വർഷങ്ങൾക്ക് ശേഷം ധ്യാനിന്റെ ഒരു ഹിറ്റാണ്. അല്ല ഞാൻ പറഞ്ഞ പടത്തിന് ശേഷം പുള്ളിയെ അവസാനമായിട്ട് കണ്ട ഏതാ പടത്തിലെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ളവരാണ് പറഞ്ഞാൽ മതി. 2023 അതിലും മുന്നേ അല്ല ഞങ്ങൾക്ക് ഈ മറ്റേ വലിയ വലിയ ആൾക്കാർ ടോം ക്രൂസ് നമ്മളെ ഒരു വർഷത്തിലൊരു പടം അങ്ങനെയുള്ളൂ. അല്ല നല്ല സമയം വെച്ചിട്ട് വീട് പടം കാണാൻ വന്നല്ലേ? കണ്ടല്ലേ? എനിക്ക് സന്തോഷം നൽകുന്ന ധ്യാനിന്റെ ഒരു പടം കാണാൻ വന്നതാ. മനസ്സിലായില്ല. അങ്ങനെ വളരെ അപൂർവ പടങ്ങളിലെ ധ്യാൻ പ്രത്യേകിച്ച് വിളിച്ചു പറഞ്ഞ് വരണം എന്ന് പറയാറുള്ളൂ. അങ്ങനെ ഒരു പടമായിരുന്നു ഡിറ്റക്റ്റീവ് ജ്വല്ലറി. അതുകൊണ്ട് കാണാൻ വന്നത്. മുമ്പത്തെ വിളി എപ്പോഴായിരുന്നു? അതെന്നെ വിട്ടോ. താങ്ക് യു. എല്ലാവരും കാണാൻ പറയൂട്ടോ. താങ്ക് യു. 2023 സെപ്റ്റംബർ 28. 2024 ഏപ്രിൽ 8. 1.5 കൊല്ലം. ഇതിന്റെ 2 കൊല്ലം. 2 കൊല്ലം ആയിട്ടില്ല, 1.5 കൊല്ലം. നിങ്ങൾക്ക് 1 കൊല്ലല്ലേ? സോറി സീനിയർ, ഐ എം സോറി. പടം അറിയുന്നത് അതിന്റെ റൈറ്ററാണ്. അറിയില്ലാത്തവർക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത് അല്ലേ? അറിയില്ല എന്ന് പറഞ്ഞ കുട്ടി പരിചയപ്പെടുത്തി. ഇപ്പൊ ഇന്ന് പോയി സഞ്ചരിക്കും കണ്ണൂർ സ്കോഡിന്. ചേട്ടനല്ലേ നാളെ എവിടെയും വെച്ച് കാണുമ്പോൾ പറയില്ലേ സ്കോഡിനെ മോഹൻലാൽ പറയുന്ന ആൾക്കാർ പുള്ളിക്ക് എന്താ പറയാറുണ്ട്? ബോറടിച്ചോ? ശരിക്കും നല്ലതാണോ? സാധാരണ അങ്ങനെ സംഭവിക്കാത്തോണ്ട് ചോദിച്ചാ. ഫസ്റ്റ് ഹാഫ് ആണോ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ എൻഗേജിങ് ആണോ? അല്ലേ ഫസ്റ്റ് ഹാഫ് ആണോ എൻഗേജിങ് ആണോ? സെക്കൻഡ് ഹാഫ് നല്ലതാ. 10 പേരെടുത്ത് പറയണം. ബുക്ക് മൈ ഷോയില് ഇതുവരെ ധ്യാൻ ശ്രീനിവാസൻ സിനിമകളിൽ കാണാത്ത ഒരു ബുക്കിങ്ങോടെയാണ് അതെ. അപ്പൊ ഈ സ്ലീപ്പർ സെൽ ധ്യാൻ ആരാധകരൊക്കെ ഉണർന്നു എന്ന് തോന്നുന്നു. സ്ലീപ്പർ സെൽസ് ഉണർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പലരും അതിലൊരു ദിവസമല്ലായിട്ടുള്ളൂ. എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം ഫസ്റ്റ് ദിവസം തന്നെ ഒരു ഫുൾ ഹൗസ് ആൾക്കാർ. ഇന്നത്തെ നൈറ്റ് ഷോസ് എല്ലാം ഫുള്ളാണ്. ഓൾമോസ്റ്റ് ഓൾ കേരള പല സ്ഥലങ്ങളിലും ഫുള്ള് ഹൗസാണ്. ഫസ്റ്റ് ഹാഫ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫിനേക്കാൾ എനിക്ക് സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ടും കുറച്ച് രസമുള്ള പരിപാടിയായിട്ട് തോന്നി. ഭയങ്കര മഹാസംഭവം ഒന്നുമില്ല, പക്ഷേ എന്നാലും ഡീസൻറ്റ് ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് നമുക്ക് പേഴ്സണലി തോന്നി. അപ്പോൾ എന്തായാലും ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും, വീട്ടിൽ മാറി നിൽക്കുന്ന പലരും വന്ന് സിനിമ കാണണം. സ്ഥിരം അല്ലേ, സിനിമ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ട് നമുക്ക് ഇങ്ങനെ ഭയങ്കര ആരും തന്നെ മോശം എന്നുവെച്ചാൽ മോശം റിവ്യൂസ് ഒന്നും തന്നെ വന്നിട്ടില്ല. എല്ലാം ആവറേജ്, അബോവ് ആവറേജ്, ഗുഡ്, അത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും അബോവ് ആവറേജും ഗുഡുമാണ് കൂടുതലും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വന്ന നമ്മുടെ വനിത ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള തിയേറ്റർ റിവ്യൂസിലൊക്കെ വന്ന സാധനങ്ങളൊക്കെ തന്നെ ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു കുറച്ചധികം ഒരു വേർഡ് ഓഫ് മൗത്തിലൂടെ വന്ന ആൾക്കാർ കയറി വരുവാണെങ്കിൽ, ഫാമിലി ഒക്കെ വരുവാണെങ്കിൽ ഇന്ന് ചെറുപ്പക്കാരൊക്കെ വന്ന് അത്യാവശ്യം ഇതായിട്ടുണ്ട്.
എനിക്ക് തോന്നുന്നു അങ്ങ് കയറി പോകേണ്ടതാണ്. ഇപ്പൊ ഇന്റർവ്യൂ കാണുന്ന അമ്മമാരൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുമെന്നൊക്കെ പറയാറുണ്ട്. അതാ പറയാ ഇന്റർവ്യൂ ഇത് നമ്മൾ പറയല്ലോ, ഇത് നമ്മൾ കാത്തിരിക്കണ്ട. ഇതെന്തായാലും തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന നമ്മുടെ നല്ല സിനിമയാണ്. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയാണ്. നമ്മൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ കണ്ടോ. ഇങ്ങനത്തെ റെസ്പോൺസ് തന്നെയാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് സിനിമ? അത് നമുക്കൊന്നും അറിയില്ലല്ലോ. സിനിമയുടെ കേസിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളെല്ലാ ആഴ്ചയും കാണുന്ന സിനിമ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ 2 സംവിധായകർ വരുന്നു. അവരുടെ ഒരുപാട് കാലത്തെ എഫേർട്ടും നമ്മളെ വെച്ചിട്ട് വീക്കെൻഡിനെ പോലത്തെ ഒരു ബാനർ എന്നെ വെച്ച് നമ്മളെ വെച്ച് സിനിമ ചെയ്യുന്നു. നമ്മളൊക്കെ അതിന്റെ ഭാഗമാകുന്നു. അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അവർ ഇങ്ങനെ ഒരു സിനിമ ആദ്യമായിട്ട് യൂണിവേഴ്സിന്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന്റെ പ്ലാനിന്റെ ഭാഗമായിട്ട് ഇതുവരെ കുഞ്ഞു സിനിമകളാണ് മലയാള സിനിമ. അതെ, കാരണം ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായം വന്നാൽ പോലും ഈ വർഷം ഇറങ്ങിയ കുറച്ച് പടങ്ങൾക്കൊക്കെ അഭിപ്രായം വന്നിട്ട് ആള് വരുന്നില്ല. അപ്പം ഇപ്പം മലയാള സിനിമ ഭയങ്കര ക്രൈസിസിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനൊരു സിനിമ അഭിപ്രായം വന്നതിന് ശേഷം തിയേറ്ററിൽ ആൾ വരുന്നത് ഈ ഇൻഡസ്ട്രിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ആൾക്കാർ തിയേറ്ററിലോട്ട് വരണം. എനിക്ക് തോന്നുന്നു ഒരിക്കലും അതെ, എമ്പുരാൻ വന്നു, പ്രിൻസ് വന്നു, പ്രിൻസിനോടൊപ്പം പടക്കളം വന്നു. അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇപ്പോൾ എനിക്ക് നരിവേട്ടയും അത്യാവശ്യം നല്ല അഭിപ്രായമുണ്ട്. ഇതിനും നല്ല അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി എല്ലാവരും തിയേറ്ററിൽ വന്ന സിനിമ ആണ്. എന്തായാലും ഒരിക്കലും മോശം സിനിമയല്ല എന്ന് പേഴ്സണൽ നോട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് നാളെ നമ്മളെന്നല്ല പറഞ്ഞല്ലോ, ബാക്കി നാളെ സക്സസ് നമുക്കൊരു പരിപാടി അല്ല അവർക്ക് അതൊക്കെ പ്രൊഡക്ഷൻ തീരുമാനിക്കേണ്ട കാര്യമല്ലോ. അപ്പൊ അതുകൊണ്ട് അവര് യൂണിവേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. അതേപോലെ മിന്നൽ മുരളിയായിട്ട് ഒരു ക്രോസ് ഓവർ വരുന്നുണ്ടെന്നുള്ള രീതിയിൽ ഒരു കുറെ ആൾക്കാർ പ്രതീക്ഷിച്ചിട്ടൊക്കെ സിനിമയ്ക്ക് വരുന്നുണ്ട്. അല്ല, ഞാൻ പക്ഷേ ഇന്റർവ്യൂസിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ മിന്നലിലെ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഇതിനകത്ത് ഇല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. പിന്നെ ഇതൊരു കോമഡി പടമല്ല. കാരണം പലരും ഇത് ഭയങ്കര ഹ്യൂമർ പ്രതീക്ഷിച്ച് പോകുന്ന ആൾക്കാർക്ക് ഇതൊരു കോമഡി പടമല്ല. ഇത് പ്രോപ്പർ സീരിയൽ കില്ലിംഗ് അല്ലെങ്കിൽ നാട്ടിൻപുറത്ത് നടക്കുന്ന പ്രോപ്പർ മർഡർ മിസ്റ്ററിയും കില്ലിങ്ങും സീരിയൽ കില്ലിങ്ങും തന്നെയാണ്. അപ്പോൾ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ വളരെ സിറ്റുവേഷൻ ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫിലുള്ള ചെറിയ ഹ്യൂമർ ഒഴിച്ചു കഴിഞ്ഞാൽ പടം സെക്കൻഡ് ഹാഫിൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് പോകുന്ന പ്ലസ് ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ഒരു പരിപാടി. അപ്പം ഭയങ്കര തമാശ പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോൾ നിരാശപ്പെടേണ്ടി വരും. തമാശയൊന്നുമില്ല, പ്രോപ്പർ ഇൻട്രീഗിങ് ആയിട്ടുള്ള ഒരു ത്രില്ലറിന്റെ ടെംപ്ലേറ്റ് പിടിച്ചിട്ടുള്ള നാടൻ ത്രില്ലർ തന്നെയാണ്. സിജിബ്രോയുടെ ഫൈറ്റ് എടുത്തു പറയേണ്ടതാണ്. ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഫൈറ്റ് ഒക്കെ ചെയ്തിട്ട്? ധ്യാൻ ചേട്ടൻ കണ്ടപ്പോഴും എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം ഒരൊറ്റ അടിയിലുള്ള പരിപാടിയായിരുന്നു ഫൈറ്റ് കൂട്ടിയത്. വെറുതെ പണിയെടുപ്പിക്കാതെ അല്ല, അത് ലാസ്റ്റിൽ ആ ഫൈറ്റിലുള്ള കണ്ടിട്ടുണ്ടല്ലോ. അതിലുള്ള കുറച്ച് പരിപാടി ആദ്യം ഒറ്റ അടിയിൽ അവൻ അവിടെ വീഴുന്നായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു തിരിച്ച് 2-3 അടി കൊള്ളണ്ടേ, അങ്ങനെ വെറുതെ കിടന്നതുകൊണ്ട് അങ്ങനെ കൊമേഴ്ഷ്യൽ ആസ്പെക്ട് ഭയങ്കര നല്ലതാണ് അങ്ങനത്തെ ഒരു ഫൈറ്റും പരിപാടികളൊക്കെ. പിന്നെ അന്നേരത്തെ ക്യാമറ മൂവ്മെന്റ്സ് ഇവിടെ ഒന്ന് പറയേണ്ടതാണ്. കാരണം നോക്ക് ബോട്ടിങ്ങാണ് ഉപയോഗിച്ചത്. ആദ്യമായിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷെ നല്ലതായിരുന്നു. തൗസി മാസ്റ്ററാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന്റെ മേക്കേഴ്സ് പുതിയ ആൾക്കാർ ഇത്രയും പുൾ ഓഫ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമല്ല. കാരണം അവരിതുവരെ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല, അവരാരുടെ കൂടെയും വർക്ക് ചെയ്തിട്ടില്ല. അവരാദ്യമായിട്ട് ചെയ്യുന്ന സിനിമ. അപ്പോൾ എനിക്ക് തോന്നുന്നു വീക്കെൻഡ് എന്നെ വെച്ച സിനിമയിൽ തന്നെ വലിയ ധൈര്യം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ വെച്ചിട്ട് എന്നെ വെച്ച സിനിമ കൂടുതലാണ്. അല്ല, അത് അവരോട് സോഫി ചേച്ചിയോട് തന്നെ ചോദിക്കണല്ലോ, ഉണ്ടെങ്കിൽ നല്ലത്. തീർച്ചയായിട്ടും അതുകൊണ്ടുള്ള ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അതെ അതെ, ചിലപ്പോൾ നാളെ പറഞ്ഞ പോലെ ഭാവിയിൽ ക്രോസ് ഓവർ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും അറിയില്ല. സോഫി ചേച്ചി ആദ്യമേ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനി എങ്ങനെ പ്രതീക്ഷിക്കാം നമുക്ക്? അതല്ല, അത് എനിക്ക് വേറൊരു ഡയറക്ഷൻ വരും. അത് സോഫി ചേച്ചിയുടെ ഒരു കയ്യിലൊരു കഥയുണ്ടായിരുന്നു, അത് ഡയറക്റ്റ് ചെയ്യുമെന്ന് വെച്ചിട്ടാണ് വിളിച്ചത്. എൻ്റെ കയ്യിലൊരു പരിപാടി ഉള്ളതുകൊണ്ട് ഞാനത് അതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ധ്യാൻ ചേട്ടൻ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ കുറെ അധികം ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ധ്യാൻ ചേട്ടൻ്റെ ഡയറക്ഷൻ ഓണായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ധ്യാൻ ചേട്ടൻ ഡയറക്ഷനിലേക്ക് കടക്കുമ്പോൾ ഇതേപോലെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ കുറെ ആൾക്കാരെ ചെയ്യിപ്പിക്കുന്നു. നീയൊക്കെ എല്ലാവരും നിങ്ങളൊക്കെ എന്താണ് നമ്മള് ക്രൗഡ് എടുത്തൂലേ 3000 പേരിൽ ഒരാളെ. ഈ ഒരു ഹിറ്റിൽ എത്രത്തോളം ഹാപ്പിയാണ് ഇപ്പൊ പുള്ളി എന്ന് പറയുമ്പോൾ മനസ്സിൽ എത്രത്തോളം? ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഹിറ്റും സക്സസും ഫെയിലും. ഇപ്പൊ കുഞ്ഞ് നാളെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഹിറ്റ് എന്നൊക്കെ പറയണം. ഹിറ്റ് എന്ന് പറയണമെങ്കിൽ ആൾക്കാർ കൂടുതൽ കാണണം. ഇന്നിപ്പോൾ അഭിപ്രായം വന്നു, നല്ല അഭിപ്രായം പോസിറ്റീവ് ആണെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി ആൾക്കാർ കണ്ട് വന്നാലും നമ്മൾ
ഹിറ്റ് എന്ന് പറയാൻ പറ്റും. കമേഴ്ഷ്യൽ ഹിറ്റ് ആവെന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഈ സക്സസ് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ശാശ്വതമാണ്. ഇതിപ്പോൾ നാളെ ഇപ്പോൾ ഈ 2 ആഴ്ചത്തോളം ഈ ഹിറ്റിനെ പറ്റി പറയും, അവർ മോശം സിനിമ ആൾക്കാർ പിന്നെ എന്തായാലും ഇതിലൊന്നും ഒരു കാര്യമില്ല. ഓക്കേടാ. അപ്പം ഓക്കെ